ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ലീവ്സ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രക്കായ അല്ലെങ്കിൽ പച്ചക്കായ മെഴുക്കുപുരട്ടി, ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കായ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായി ഒരു 7 നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെക്കണം. ഒരു നേന്ത്രക്കായ നീളത്തിൽ 3 കീറിയതിനു ശേഷമാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചത്. കായ കറുത്തു പോവാതിരിക്കാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ സവാളയിലൊന്ന് ചേർന്ന് കിട്ടണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇപ്പോൾ സവാളയോടൊപ്പം നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ ചേർത്തതിനു ശേഷം പൊട്ടിപ്പോകാതെ പതിയെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കായയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മുടെ രുചികരമായ നേന്ത്രക്കായ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഇതുവരെ നേന്ത്രക്കായ മെഴുക്കുപുരട്ടി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നേന്ത്രക്കായ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. കുഞ്ഞുമക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.